നാം എല്ലാവരും സാധാരണഗതിയിൽ ആലോചിക്കുക, രാജ്യമാകെ ഒന്നിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തിയെന്നാണ്. ദേശീയ പ്രസ്ഥാനത്തെ നാം അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ആ ദേശീയ പ്രസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്ത് എതിരഭിപ്രായക്കാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്ന് ദേശീയ പ്രസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടേണ്ടതില്ല, അവർ ഇവിടെ തുടരേണ്ടതാണ്, അവരോട് തന്നെ നിങ്ങളിവിടെ തുടരണം എന്നാവശ്യപ്പെട്ടവരും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അവർ സംഘപരിവാറായിരുന്നു. രാജ്യത്ത് എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളോട് നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകരുത് എന്ന് പറഞ്ഞവരും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ പറഞ്ഞത് RSSൻ്റെ തലതൊട്ടപ്പനായി അവർ കണക്കാക്കുന്ന, അവർ ഗുരുജി എന്ന് വിളിക്കുന്ന സാക്ഷാൽ ഗോൾവാൾക്കറായിരുന്നു. അദ്ദേഹം യുവാക്കളെ ഉപദേശിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ആരോഗ്യം കളയരുത്, വൃഥാ സമയം കളയരുത്, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യേണ്ടതില്ല എന്ന സന്ദേശമായിരുന്നു RSS ആ ഘട്ടത്തിൽ ഉയർത്തിയത്. ഇതെല്ലാം ചേർത്ത് വെച്ച് കാണണം. അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷത തകർക്കുന്നതിനു വേണ്ടി ശക്തമായ നിലപാടാണ് എല്ലാ കാലത്തും RSSഉം സംഘപരിവാറും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ വർഗീയത ആളിക്കത്തിക്കുക, വർഗീയമായ വികാരം കൂടുതൽ സൃഷ്ടിക്കുക, മറ്റ് മതസ്ഥരോടുള്ള വിരോധം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരിക, അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ അക്രമസംഭവങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊണ്ട, വർഗീയതയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ച, വർഗീയ കലാപങ്ങൾക്കെതിരായി തൻ്റെ സാന്നിധ്യത്തിലൂടെ സമാധാനം കൊണ്ടുവരാൻ, ശാന്തി കൊണ്ടുവരാൻ ശ്രമിച്ച മഹാത്മാഗാന്ധിയെ വധിക്കുന്നിടം വരെ സംഘപരിവാർ എത്തിച്ചേർന്നത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ്. ഈ രാജ്യം കാലചക്രം തിരിഞ്ഞപ്പോൾ മറ്റൊരു വിപരീത ദിശയിലേക്ക് കാര്യങ്ങളെത്തി. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാത്ത, സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറഞ്ഞ, സ്വാതന്ത്ര്യസമര ഘട്ടത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയിയെ കണ്ട് നിങ്ങളിവിടം വിട്ടു പോകേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നെല്ലാം പറഞ്ഞ് നിലപാടുകൾ സ്വീകരിച്ചവരുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണചക്രം എത്തിച്ചേർന്നു. അതോടെ അവർ
ഭരണാധികാരത്തിൽ നിന്ന് പുറത്തു നിന്നുകൊണ്ട് നടത്താൻ ശ്രമിച്ച കാര്യങ്ങൾ ഭരണാധികാരം ഉപയോഗിച്ച് ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നതിനും തുറന്ന് അത്തരം സംഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനും ശ്രമിക്കുകയാണുണ്ടായത്. ഒരുപാട് സംഭവങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കും വിധത്തിലുള്ള കാര്യങ്ങളായി വളർന്നു വന്നത് നാം കണ്ടതാണ്. വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. പക്ഷേ വംശഹത്യയുടെ വക്ക് വരെ എത്തിയ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇവിടെ നാം കണ്ടതാണ്. നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കും വിധമുള്ള അതിക്രൂരമായ സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ അത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും നാം കണ്ടു. ആക്രമികളെ സംരക്ഷിക്കുന്നതും സംസ്ഥാന ഗവൺമെൻറ്റാണ് എന്ന് നാം കണ്ടു. അതെല്ലാം ഈ നിലപാടിൻ്റെ ഭാഗമായിരുന്നു. സംഘപരിവാർ സ്വീകരിച്ച നിലപാടിൻ്റെ തുടർച്ച. അതേ നില ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരം കിട്ടിയപ്പോൾ അത് വെച്ചുകൊണ്ട് ആവർത്തിക്കാൻ നോക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വേദനയായി ചില പ്രദേശങ്ങൾ നിലനിൽക്കുന്നു. അതിലൊന്ന് മണിപ്പൂർ തന്നെയാണ്. വംശഹത്യയുടെ ഉദാഹരണമായി മണിപ്പൂരിനെ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒരു നടപടിയും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല. കലാപകാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അതൊരു പൊതുചിത്രമായി കാണുന്നു. അങ്ങനെ വരുമ്പോൾ വീഴ്ച വരുത്തുന്ന ആ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ആ വഴിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നതാണ് കേന്ദ്രവും ചിന്തിക്കുന്നത്. ഇത് ഒരു ഭാഗം.